ദേ ചക്ക, ദേ വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ കേട്ടോ. അതൊക്കെ കല്യാണം കഴിഞ്ഞ് മതി. നീ പിണങ്ങേണ്ടെന്ന് വെച്ചിട്ടാ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ വന്നേ. മര്യാദയ്ക്ക് എന്നെ തിരികെ കൊണ്ടാക്ക്. രാഹുലിൻ്റെ കരവലയത്തിൽ നിന്ന് കുതറി മാറി ദീപിക. ഷേ, ഒരു ഉമ്മയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, അതേലും തന്നൂടെ? ഇതൊക്കെ ഒരു കാമുകൻ്റെ മൗലികാവകാശങ്ങളിൽ പെടുന്നതാ കേട്ടോ. തെല്ല് നിരാശയിൽ അവളെ നോക്കി നിന്നു രാഹുൽ. ഓഹോ, ഇതൊക്കെ മൗലികാവകാശമാണോ? എന്നാൽ ഈ അവകാശം ഞാൻ അങ്ങ് കട്ട് ചെയ്യുക. ഉമ്മയെയും ബാപ്പയെയും ഒക്കെ മോനങ്ങ് വീട്ടിലിരുത്തിയാൽ മതി. ഇപ്പോൾ വേഗം വന്ന് വണ്ടിയെടുക്ക്. സമയം ദേ ഉച്ചയോടടുക്കുന്നു. നമുക്ക് വേഗം വീട് പിടിക്കാം. അത്രയും പറഞ്ഞ് പുഞ്ചിരിയോടെ ദീപിക ബൈക്കിനരികിലേക്ക് നടന്നു. ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതോടെ പിന്നാലെ ചെന്നു രാഹുലും. പതിയെ അവർ രാഹുലിൻ്റെ ബൈക്കിലേക്ക് കയറി അവിടെ നിന്നും തിരിച്ചു. ദാ, ഈ 2 ഹെൽമറ്റ് വെക്കണം എന്നുള്ള നിയമം ഒരു ഉപകാരമായി അല്ലേ? ഇതുപോലെ കറങ്ങാൻ പോകുമ്പോൾ ആളെ തിരിച്ചറിയാതെ രക്ഷപ്പെടാമല്ലോ. യാത്രക്കിടെ ദീപികയുടെ കമൻറ്റ് കേട്ട് ചിരിച്ചുപോയി രാഹുൽ. നീ പറഞ്ഞത് ശരിയാണ്. ഫ്രീ ആയി എവിടെ വേണേലും പോവാം. കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ എതിരെ വരുന്ന ബൈക്ക് യാത്രക്കാർ എന്തോ സിഗ്നൽ തരുന്നത് ശ്രദ്ധിച്ചു അവൻ. വേഗത്തിൽ തന്നെ കാര്യവും മനസ്സിലാക്കി. ദീപികെ, വഴിയിൽ എവിടെയോ പോലീസ് ചെക്കിംഗ് ഉണ്ട് കേട്ടോ. ദേ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർ സിഗ്നൽ തരുന്നുണ്ട്. പറഞ്ഞു തീരുമ്പോൾ തന്നെ അവർ കണ്ടു മുന്നിലേക്ക് കുറച്ചകലെ നിർത്തിയിട്ടേക്കുന്ന പോലീസ് വാഹനവും ചെക്കിങ്ങിനായി നിൽക്കുന്ന പോലീസുകാരെയും. ദേ നിൽക്കുന്നു പോലീസ്. കണ്ടപാട് ദീപികയും ചൂണ്ടിക്കാണിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ പോലീസുകാർ കൈ കാണിച്ചു. അവർക്ക് മുന്നിലായി ബൈക്ക് നിർത്തി ഹെൽമറ്റ് ഊരി രാഹുൽ. അത് കണ്ട് പിന്നിലിരുന്ന ദീപികയും ഹെൽമറ്റ് ഊരി മാറ്റി. ആദ്യമായിട്ടാണ് അവൾ പോലീസിനെ ഇത്ര അടുത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയം ഉള്ളിൽ കടന്നുകൂടി. മാത്രമല്ല, വീട്ടുകാരറിയാതെയുള്ള കറക്കം കൂടിയാണല്ലോ. പേപ്പറൊക്കെ ഉണ്ടോടെ? കൈ കാണിച്ച പോലീസുകാരൻ്റെ ചോദ്യത്തിന് അതേ എന്ന് തലയാട്ടി രാഹുൽ. എവിടേക്കാണ് മോനെ ഒരു കറക്കം? ഈ വണ്ടി ഓടിക്കുവാനൊക്കെയുള്ള ലൈസൻസ് ഉണ്ടോ നിനക്ക്? പിന്നിൽ നിന്നുമുള്ള ആ ചോദ്യം കേട്ട് തിരിഞ്ഞ രാഹുൽ കണ്ടത് SI നകുലനെയായിരുന്നു. അയാളെ കണ്ട മാത്രയിൽ ചെറിയൊരു നടുക്കം അവൻ്റെ ഉള്ളിൽ ഉടലെടുത്തു. കാരണം സ്ത്രീ വിഷയത്തിൽ അല്പം ചീത്തപ്പേരുള്ള SI നകുലനെപ്പറ്റി മുന്നേ തന്നെ പലരിൽ നിന്നും അവൻ കേട്ടിരുന്നു. നകുലൻ്റെ ദ്വയാർത്ഥത്തിലുള്ള ചോദ്യവും വൃത്തികെട്ട നോട്ടവും ദീപികയെയും അസ്വസ്ഥയാക്കി. ഉണ്ട് സർ, എനിക്ക് ഹെവി ലൈസൻസ് വരെയുണ്ട്. രാഹുലിൻ്റെ മറുപടിയിൽ തെല്ലൊരു ഭയം അലതല്ലി. ഉവ്വ, അത് ശരിയാ. ഈ വണ്ടി ഓടിക്കണേൽ ചിലപ്പോൾ ഹെവി തന്നെ വേണ്ടിവരും അല്ലേടോ ബാലചന്ദ്ര? കൂടെ നിന്ന് കോൺസ്റ്റബിളിനെ നോക്കി കണ്ണു കാണിച്ച് ദ്വയാർത്ഥത്തിലുള്ള കമൻറ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി അയാളുടെ വായിൽ നിന്നും വന്നുകൊണ്ടേയിരുന്നു. വേണ്ടിവരും സാറേ, ഇത് ഹെവിയാണ്. ബാലചന്ദ്രനും ഒട്ടും പിന്നിലല്ലായിരുന്നു. തന്നെ ഉദ്ദേശിച്ചാണ് അവരുടെ കമൻറ്റുകൾ എന്ന് മനസ്സിലാക്കിയിട്ടും ശാന്തയായി നിന്നു ദീപിക. വണ്ടിയുടെ പേപ്പറുകൾ ഇങ്ങ് എടുത്തേ മോനെ, സാറൊന്ന് പരിശോധിക്കട്ടെ. ദീപികയ്ക്ക് നേരെയുള്ള വഷളൻ നോട്ടം തുടർന്നുകൊണ്ട് രാഹുലിനോട് ആവശ്യപ്പെട്ടു നകുലൻ. ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് നൽകി മൗനമായി നിന്നു രാഹുൽ. അവ ഓരോന്നായി പരിശോധിക്കവെയാണ് വണ്ടിയുടെ പൊല്യൂഷൻ ടെസ്റ്റ് കാലാവധി കഴിഞ്ഞ കാര്യം നകുലൻ മനസ്സിലാക്കിയത്. അതോടെ അയാളുടെ മിഴികൾ തിളങ്ങി. ഇതിൽ പുക ടെസ്റ്റ് കാലാവധി കഴിഞ്ഞല്ലോ മോനെ, ഇതൊന്നും നോക്കാറില്ലേ നീ? ആ ചോദ്യം കേട്ട് രാഹുൽ ഒന്ന് പതറി. അയ്യോ സാർ, അത് ശ്രദ്ധിക്കാതെ പോയതാണ്. ഇന്ന് തന്നെ ഞാൻ പുക ടെസ്റ്റ് ചെയ്തോളാം. അപേക്ഷയുടെ സ്വരത്തിൽ രാഹുൽ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ വീണ്ടും ദീപികയെ ഒന്ന് നോക്കി നകുലൻ. ടെസ്റ്റ് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നേ. ഇനിയിപ്പോൾ എങ്ങനെയാ മുന്നോട്ടുള്ള പോക്ക്? പിഴയടയ്ക്കണോ അതോ തൽക്കാലത്തേക്ക് രക്ഷപ്പെടണോ? ചോദ്യം രാഹുലിനോടാണെങ്കിലും നോട്ടം ദീപികയ്ക്ക് മേൽ തന്നെ തങ്ങി നിന്നു. സർ പ്ലീസ്, ഫൈൻ ഇടരുത്. ഇന്ന് തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ ഞാൻ. വീണ്ടും വീണ്ടും രാഹുൽ അപേക്ഷിക്കുമ്പോൾ അത് തന്നെയാണ് നകുലൻ ആഗ്രഹിച്ചതും. ആഹാ, നകുലൻ സാറിന് ഇന്നത്തെ ഇരയെ കിട്ടിയെന്നാ തോന്നുന്നേ. പാവം പെൺകൊച്ച്, അതിൻ്റെ വിധി. ഇനിയിപ്പോൾ ഇങ്ങേരാ കൊച്ചിൻ്റെ നമ്പർ വാങ്ങിക്കും. പിന്നെ അതിനെ മെനക്കെട്ട് വിളിച്ച് വലയിലാക്കും. ഇതൊക്കെ അങ്ങേരുടെ സ്ഥിരം പരിപാടിയല്ലേ? പെൺകോന്തൻ. അല്പം അകലെ നിന്ന് മറ്റു പോലീസുകാർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു. ആ സമയം രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു നിന്നു നകുലൻ. മോനെ, നീ ഇങ്ങനെ കിടന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ കേന്ദ്രത്തിൽ അനക്കമൊന്നും ഇല്ലല്ലോ. നിന്നെ ഇങ്ങനെ വെറുതെ വിടുന്നുവെങ്കിൽ അതുകൊണ്ട് എനിക്കെന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടേ? അയാളുടെ ഉദ്ദേശം എന്താണെന്ന് ഏകദേശം മനസ്സിലായിരുന്നു രാഹുലിന്. അവൻ്റെ മൗനം കണ്ടിട്ടാകണം മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു നകുലൻ. ഒരു കാര്യം ചെയ്യും, ഈ കൊച്ചിൻ്റെ ഫോൺ നമ്പർ ഇങ്ങ് തന്നേക്ക്. എന്നിട്ട് വണ്ടിയും എടുത്ത് വിട്ടോ. ഒന്നുമില്ലേലും പുക ടെസ്റ്റ് എടുത്തോന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് തിരക്കാലോ. തന്നെയാണ് നകുലൻ നോട്ടമിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതോടെ ക്ഷമ കെട്ട് മറുപടി പറയാൻ തന്നെ തീരുമാനിച്ചു ദീപിക. സാറിനിപ്പോൾ എന്താണ് വേണ്ടത്? എൻ്റെ നമ്പറാണോ? അതെന്തിനാണ്? റോഡിൽ നിയമം തെറ്റിച്ചോടുന്ന വണ്ടികൾ കണ്ടാൽ ഫൈൻ അടിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അത് മുതലെടുത്ത് ഈ കാണിക്കുന്ന പോക്കരുത്തരം കണ്ടില്ലെന്ന് നടിക്കണോ?
അവളുടെ മൂർച്ചയേറിയ ചോദ്യം കേട്ട് നകുലനൊന്ന് പരുങ്ങി. ദീപികയിൽ നിന്നും അത്തരമൊരു പ്രതികരണം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണ് കൊച്ചേ, എന്ത് പോക്കരുത്തരമാണ് ഞാൻ കാണിച്ചേ? അതിനി ഞാൻ പ്രത്യേകം പറയണോ സാർ? സാറിൻ്റെ വൃത്തികെട്ട നോട്ടവും സംസാരവും കാണുമ്പോൾ പുച്ഛം തോന്നുക. ഒരുമാതിരി പെൺകുട്ടികളെ കാണാത്ത പോലെ. പുച്ഛം നിറഞ്ഞ അവളുടെ വാക്കുകൾ നകുലനെ ചൊടിപ്പിച്ചു. മോളെ, നീ ചുമ്മാ ഓവറായി സംസാരിച്ച് സീനാക്കല്ലേ. വണ്ടിയുടെ പേപ്പർ ക്ലിയർ അല്ല, ഞാൻ തൂക്കി അകത്തിടും. ചുറ്റുമുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായതോടെ ചെറിയൊരു ഭീഷണിയിൽ അവളെ ശാന്തയാക്കാൻ ഒരു ശ്രമം നടത്തി നകുലൻ. എന്നാൽ ആ ശ്രമം വിഫലമായിരുന്നു. സർ, ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലേൽ നിങ്ങൾ വണ്ടി പിടിച്ച് അകത്ത് വയ്ക്കുമോ? ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ സാർ? അരിശമൂത്ത് അവൾ കൂടുതൽ ഒച്ചയെടുത്ത്. അത് കണ്ടിട്ട് രാഹുലും ലേശമൊന്ന് ഭയന്നു. ദീപിക, പ്ലീസ്, നീ ഒന്ന് സൈലൻ്റ് ആകുക. ആൾക്കാർ നോക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ചോളാം. മാക്സിമം അവളെ തണുപ്പിക്കാൻ ശ്രമിച്ചു അവൻ. പക്ഷേ കൂടുതൽ സഹിക്കാൻ തയ്യാറല്ലായിരുന്നു ദീപിക. ദേ കൊച്ചേ, ഓവർ സ്മാർട്ട് കളിക്കാൻ നിൽക്കല്ലേ. പോലീസിനോടാണ് കളി, അത് മറക്കേണ്ട. രണ്ടും കൂടെ ഡിങ്കോൾഫിക്ക് പോയിട്ട് കാര്യം നടക്കാത്തതിൻ്റെ കലി ഞങ്ങളുടെ മണ്ടയിൽ കയറി തീർക്കാൻ നിൽക്കരുത്. ബാലചന്ദ്രനും മുന്നിലേക്ക് വന്നതോടെ രംഗം കൂടുതൽ വഷളായി. അതൊരടവായിരുന്നു. ഇത്തരത്തിലൊരു ഡയലോഗ് പറഞ്ഞാൽ ഉറപ്പായും നാണക്കേട് മൂലം അവർ ശാന്തരായേക്കും എന്നൂഹിച്ചു ബാലചന്ദ്രൻ. കാരണം ഇത്രയും സംസാരം ആയപ്പോൾ തന്നെ അവർക്ക് ചുറ്റും ആളുകൾ കൂടിയിരുന്നു. എങ്ങനെയും ഈ സംസാരം അവസാനിപ്പിക്കണം, അതിനായിരുന്നു അയാളുടെ ശ്രമം. എന്നാൽ ബാലചന്ദ്രൻ്റെ വാക്കുകൾ ദീപികയെ കൂടുതൽ ചൊടിപ്പിച്ചു. സാർ എന്ത് തോന്നിയാസമാണ് പറയുന്നത്? ഞങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്കെന്താണ്? ഒരാണും പെണ്ണും ഒന്നിച്ച് എവിടെയെങ്കിലും പോയാൽ അത് നിങ്ങളുടെ കണ്ണിൽ മറ്റേ പരിപാടിയാണോ? എന്ത് വികൃതമാണ് നിങ്ങളുടെ ചിന്താഗതികൾ. നിങ്ങളെപ്പോലുള്ളവർ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നാണക്കേടാണ്. പുച്ഛമായിരുന്നു അവളുടെ വാക്കുകളിൽ നിറഞ്ഞത്. ഇതെല്ലാം കണ്ടു നിന്നവരിൽ പലരും ദീപികയ്ക്കും രാഹുലിനും അനുകൂലമായി നിന്നു തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങിയെന്ന് മനസ്സിലാക്കി നകുലൻ. എന്താണ് മോളെ, എന്താണ് പ്രശ്നം? ആരൊക്കെയോ കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ, ചെക്കിംഗ് എന്ന് പറഞ്ഞ് വണ്ടി തടഞ്ഞു നിർത്തിയതാ ഇവർ. എന്നിട്ട് അന്നേരം തൊട്ട് എൻ്റെ നേരെ വൃത്തികെട്ട നോട്ടവും കമൻറ്റുകളും. മനുഷ്യന് സഹി കെട്ടു. ദീപികയുടെ വിശദീകരണം കേൾക്കെ നാട്ടുകാരിൽ ചിലർ അവർക്കൊപ്പം ചേർന്നു. ദീപികെ, പ്ലീസ് ഒന്ന് അടങ്ങ് നീ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നമുക്ക് വെറുതെ പ്രശ്നമാക്കാൻ നിൽക്കണ്ട. രാഹുൽ വീണ്ടും പരമാവധി അവളെ തടഞ്ഞു. അവൻ്റെ പേടി ഒരു ആയുധമാക്കി ആ പ്രശ്നം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു നകുലൻ. ഡാ കൊച്ചനെ, മര്യാദയ്ക്ക് വിളിച്ചോണ്ട് പോ ഈ സാധനത്തിന്. ഇല്ലേൽ അനാശ്വാസത്തിന് പൊക്കി അകത്തിടും ഞാൻ. രണ്ടും കൂടി അവക്കാൻ പോയിട്ട് വന്ന് പോലീസിൻ്റെ മേക്കിട്ട് കയറുന്നോ? കലിയടക്കുവാൻ കഴിയാതെ രാഹുലിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ ചുറ്റിട്ട് പിടിച്ചു പിന്നിലേക്ക് വലിച്ചു അയാൾ. ബാലൻസ് തെറ്റി അവൻ നകുലൻ്റെ ഷോൾഡറിലേക്ക് തന്നെ വീണുപോയി. അത് കണ്ടിട്ട് ഒരു നിമിഷം ദീപികയും ഭയന്നുപോയിരുന്നു. എന്നാൽ നകുലൻ്റെ ഷോൾഡറിൽ നിന്നും നിവർന്ന രാഹുലിൻ്റെ മിഴികളിൽ അഗ്നിയാണ് അയാൾ കണ്ടത്. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ തലയിൽ കയറാൻ നിൽക്കുവാണോ സാറേ? ഷർട്ടേന്ന് പിടിവിട്, ഇല്ലാൽ ഇടിച്ച് പരിപ്പിളക്കും ഞാൻ. പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറയുമ്പോൾ ആ മുഖഭാവം കാണുകെ തെല്ലൊന്ന് ഭയന്നു നകുലൻ. രാഹുലിൽ നിന്നും അത്തരമൊരു പെരുമാറ്റം അയാൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് ആ പഴയ സഖാവ് ശങ്കരേട്ടൻ്റെ അനന്തരവനല്ലേ? ചുറ്റും കൂടിയവരിൽ ആരോ ചോദിക്കുന്നത് ചെറുതായെന്ന് കേട്ടു അയാൾ. സഖാവ് ശങ്കരൻ എന്ന പേര് കേൾക്കെ അറിയാതെ നകുലൻ്റെ കൈകൾ രാഹുലിൻ്റെ ഷർട്ടിൽ നിന്നും പിടിവിട്ടു. കാരണം ഭരണകക്ഷിയിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്നു ആ ഒരു പേരിന്. സഖാവിൻ്റെ തനി പകർപ്പ ആ ചെക്കൻ. ആള് പെശകാണ്. പക്ഷേ ഇതിപ്പോൾ എന്തു പറ്റിയെന്നറിയില്ലല്ലോ. പാവം പോലെ നിൽക്കുന്നു. പിന്നെയും ആരൊക്കെയോ അടക്കം പറയുന്നത് കേൾക്കെ ശാന്തനാകുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി നകുലൻ. ഓക്കെ, സോറി. അയാളൊന്ന് പിൻവലിഞ്ഞു. ആ സമയം ദീപികയും ഒന്നും മനസ്സിലാകാതെ നോക്കി നിന്നു. സാറേ, സീനാക്കാതെ പിള്ളേരെ അങ്ങ് വിട്ടേക്ക്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും കമൻറ്റുകൾ വീണ്ടും ഉയർന്നു. സാറേ, ആൾക്കാർ നമ്മൾക്കെതിരാണ്. ഒന്നാമതേ പോലീസിനിപ്പോൾ കഷ്ടകാലമാണ്. ഇവരെ അങ്ങ് വിടുന്നതാണ് നല്ലത്. ചുറ്റുമൊന്ന് നോക്കി ബാലചന്ദ്രൻ പതിയെ നകുലൻ്റെ ചെവിയിൽ പറഞ്ഞു. ഡോ, പൊല്യൂഷൻ ടെസ്റ്റ് എക്സ്പയർ ആണ്, ഫൈൻ അടിച്ച് വിട്ടേക്ക്. ബാലചന്ദ്രനെ നോക്കി നിർദ്ദേശം കൊടുത്ത് പതിയെ പിന്തിരിഞ്ഞു നകുലൻ. ഡാ, നീ എന്താ അയാളോട് പറഞ്ഞേ? പെട്ടെന്ന് പുള്ളി ആകെ സൈലൻ്റ് ആയല്ലോ. രാഹുലിനരികിലേക്ക് ചെന്ന ദീപിക സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടിട്ട് ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി അവൻ. റെസീപ്റ്റ് കിട്ടിയ പാടെ തന്നെ ക്യാഷ് കൊടുത്തിരുന്നു രാഹുൽ. ക്യാഷ് വാങ്ങുമ്പോൾ ഒന്ന് കണ്ണുരുട്ടാൻ മറന്നില്ല ബാലചന്ദ്രൻ. അപ്പോഴേക്കും നകുലൻ വീണ്ടും അവർക്കരികിലേക്ക് ചെന്നു. അയാളുടെ ദേഷ്യം മുഴുവൻ ദീപികയോടായിരുന്നു. പുന്നാര മോളെ, ഇപ്പോൾ നീ രക്ഷപ്പെട്ടോ. പക്ഷേ ഒന്ന് കരുതിയിരുന്നോ, പോലീസിനോടാ നീ കളിച്ചേക്കുന്നത്. ഇതിന് തിരിച്ചൊരു പണി ഞാൻ തരുന്നുണ്ട്, നല്ല മുട്ടൻ പണി. പതിഞ്ഞ ശബ്ദത്തിലുള്ള ആ ഭീഷണി കേട്ട് പുഞ്ചിരിച്ചു ദീപിക. സാറിനിപ്പോൾ കഷ്ടകാലമാണ്. അങ്ങനെ ഒരു പണി നിങ്ങൾ എനിക്ക് തന്നാലും അതിൻ്റെ ഒരു പങ്ക് ഇനി നിങ്ങൾക്ക് കൂടി കിട്ടും. കാരണം നിങ്ങൾ ഈ പറഞ്ഞത് ഞാനങ്ങ് റെക്കോർഡ് ചെയ്തു.
ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ദീപികയുടെ കയ്യിലെ ഫോൺ അപ്പോഴാണ് നകുലൻ ശ്രദ്ധിച്ചത്. കോപ്പ്, ഇന്ന് ആരെയാണോ കണി കണ്ടത്? രോഷത്തോടെ പിറുപിറുത്തുകൊണ്ട് അയാൾ തിരികെ നടന്നു. അത് കണ്ട് ചിരിച്ചുപോയി ദീപികയും രാഹുലും. മക്കളെ, നിങ്ങൾ വിട്ടോ, ഇവിടെ സീനൊന്നുമില്ല. നാട്ടുകാർ കട്ട സപ്പോർട്ടുമായി അവർക്കൊപ്പം തന്നെ നിന്നു. ബൈക്കുമെടുത്ത് വീണ്ടും യാത്ര തുടരുമ്പോൾ അവർ കണ്ടു പല്ലിറുമ്മി നോക്കി നിൽക്കുന്ന SI നകുലനെ. രാഹുൽ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അയാളൊരു വിഷമാണ്. എന്നേക്കാൾ കൂടുതൽ പുറത്തിറങ്ങി നടക്കുന്നത് നീയാണ്. ഈ വാശി വെച്ച് അങ്ങേര് എന്ത് കാട്ടുമെന്ന് പറയാൻ പറ്റില്ല. ദീപികയുടെ ഓർമ്മപ്പെടുത്തൽ സത്യമാണെന്ന് അവനും തോന്നി. അല്ല ദീപിക, മിണ്ടാതെ പേടിച്ച് പമ്മി നിന്ന നിനക്കെങ്ങനെ കിട്ടി ഇത്രയും ധൈര്യം? രാഹുലിൻ്റെ സംശയം അതായിരുന്നു. ആ സംശയം കേട്ട് പൊട്ടിച്ചിരിച്ചു പോയി അവൾ. അതൊക്കെ കിട്ടും മോനെ, ഗതികെട്ടാൽ ആർക്കും ഇത്തരം ധൈര്യമൊക്കെ താനേ വരും. മറുപടി പറഞ്ഞുകൊണ്ട് അവൾ രാഹുലിൻ്റെ പിന്നിലേക്ക് ചാഞ്ഞു. അവരുടെ വണ്ടി കണ്ണിൽ നിന്നും മാഞ്ഞപ്പോൾ മറ്റു പോലീസുകാർ മാറി നിന്ന് മുഖം പൊത്തിച്ചിരിക്കുകയായിരുന്നു. സാറിന് 8ന്റെ പണിയായി പോയല്ലോ ഇത്. അങ്ങേർക്കല്ലേലും വേണം. പെൺപിള്ളേരെ കാണുമ്പോൾ ഇച്ചിരി ഇളക്കം കൂടുതലാണ്. കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടവർ വീണ്ടും ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.